തള്ളെന്നും പറയാം, തല്ലെന്നും പറയാം. പക്ഷെ എന്തായാലും ഒരാൾ താഴെ വീണു. വീണയാൾ ചെറിയ ആളല്ല. ഒരു പഴയ KPCC പ്രസിഡന്റ്, പഴയ കേന്ദ്രമന്ത്രി താഴെ വീണു. പിന്നെ ഉണ്ടായതൊന്നും ഞാൻ പറയുന്നില്ല, നമ്മളെല്ലാവരും കണ്ടതാണ്. സ്നേഹത്തള്ള്. സ്നേഹം വരുമ്പോൾ തള്ളി വീഴ്ത്തുമത്രേ. അത് പുതിയ കാഴ്ചയാണ്, പുതിയ അറിവാണ്. സാധാരണക്കാരെല്ലാം സ്നേഹം വരുമ്പോൾ കൈ കൊടുക്കും, അല്ലെങ്കിൽ തോളിൽ തട്ടും, എ പാറ്റ് ഓൺ ദ ഷോൾഡേഴ്സ്. അതുമല്ലെങ്കിൽ പിടിച്ച് കുലുക്കും രണ്ട് തോളിലും കൂടി, കൊള്ളാമട എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെ കൊള്ളാമടി എന്ന് പറഞ്ഞുകൊണ്ട്. അതും സ്നേഹപ്രകടനമാണ്. സ്നേഹം വന്നാൽ ചിലപ്പോൾ കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും ചിലപ്പോൾ. പക്ഷെ തള്ളി താഴെ വെച്ചുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അതുള്ളത് ഇവിടെ മാത്രമാണ്, UDF മാത്രം. അതിൻ്റെ പേരാണ് സ്നേഹത്തള്ളൽ. ആ തള്ളലിന് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ പ്രയോഗമുണ്ട്. ഈ പുതിയ മോഡേൺ കാലഘട്ടത്തിൽ പുതിയ പുതിയ മാധ്യമങ്ങൾ വരുമ്പോൾ, വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ ഒക്കെ വന്നപ്പോഴത്തേക്കും ഒരു പുതിയ പ്രയോഗമുണ്ടായിട്ടുണ്ട്, മംഗ്ലീഷ്. മംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ മലയാളം വാക്കുകൾ ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ പറയാൻ പറ്റും. സ്പെല്ലിംഗ് എല്ലാം ഇംഗ്ലീഷ് ആയിരിക്കും എഴുതുക, പക്ഷേ വാക്ക് മലയാളമായിരിക്കും. അങ്ങനെ നോക്കിയാൽ തള്ള് എന്ന വാക്ക് എങ്ങനെ എഴുതും മംഗ്ലീഷിൽ? THALLU അല്ലേ മോളെ? അപ്പം തള്ളാകും. നീ ഒന്ന് തല്ല് എന്ന് പറഞ്ഞു നോക്കിയ മലയാള മംഗ്ലീഷിൽ കൂടി, തല്ല്. അതും ഇത് തന്നെയാണ്, THALLU, തല്ല് ആകും. തല്ലുഭാഗം തള്ളുഭാഗം. അതുകൊണ്ട് പറയണം UDFകാർ, തല്ല് കൊടുത്തവരും തള്ളു കൊണ്ടവരും പറയട്ടെ, വാസ്തവത്തിലുണ്ടായത് തള്ളാണോ തല്ലാണോ? തള്ളെന്നും പറയാം, തല്ലെന്നും പറയാം. പക്ഷെ എന്തായാലും ഒരാൾ താഴെ വീണു. വീണയാൾ ചെറിയ ആളല്ല. ഒരു പഴയ KPCC പ്രസിഡന്റ്, പഴയ കേന്ദ്രമന്ത്രി താഴെ വീണു. പിന്നെ ഉണ്ടായതൊന്നും ഞാൻ പറയുന്നില്ല, നമ്മളെല്ലാവരും കണ്ടതാണ്. UDF പറയുന്നു സ്വന്തം കണ്ണുകളെ വിശ്വസിക്കേണ്ട. എന്നിട്ട് അവർ പറയുന്ന കഥ മാത്രം വിശ്വസിക്കാൻ പറഞ്ഞാൽ വലിയ പ്രയാസമായിരിക്കും അത്. LDFിൻ്റെ ജാഥ എല്ലായിടത്തും പറഞ്ഞ കാര്യമൊന്നാണ്. ആ കാര്യം LDF ആണ് ശരി എന്ന കാര്യമാണ്. LDF ആണ് സത്യം, LDF ആണ് ഭാവി, LDF ആണ് വികസനം, LDF തന്നെയാണ് ക്ഷേമം. അതിനെല്ലാം തെളിവുകളുണ്ട്.